ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് മറ്റന്നാൾ ക്രിസ്മസ് ആണ്. ഈ ക്രിസ്മസിന് നമുക്ക് കൂട്ടുകാരെ വിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ 2 ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഫോട്ടോ ഫ്രെയിം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ 2 ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും വിഷ് വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അധികം സമയം കഴിഞ്ഞാൽ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ അതിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യുന്നത് വീഡിയോക്ക് താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിന്നുകൊണ്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ നിന്ന് കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലുള്ള ഫോട്ടോത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഫോട്ടോ ചേർക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് ആവശ്യമുള്ളതിനനുസരിച്ച് അതിന് മേലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഫോർ യു പോപ്പുലർ ഉണ്ട്. പോപ്പുലർ ആണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡായി കിടക്കുന്ന ഏത് രീതിയാണ് വേണ്ടത് അതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് കൂടി ഞാൻ തൽക്കാലം റീസെൻ്റായി പോകുന്നു നോക്കാം. ഓക്കെ, വേണ്ട 2024 ഓക്കെ, നമുക്ക് ഇത് മതി. ഇതിൽ നിന്നും ഇതൊന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഈ ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഡൗൺലോഡ് ആക്കണം. ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം ചെറിയൊരു പരസ്യം ചിലപ്പോൾ വരും. പരസ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഷോപ്പ് പരസ്യം വരും. ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അത് താഴെ കാണുന്ന ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോയിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം മുകളിൽ. ഓക്കെ, എന്നതിന് ഈ പ്ലസ് ബട്ടൺ കണ്ടില്ലേ ഫോട്ടോത്തിനുള്ളിൽ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകളൊക്കെ അവിടെ കാണിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ആവശ്യാനുസരണം ഇത് ക്രോപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസിൻ്റെ ഇത് വന്നു കഴിഞ്ഞു. പക്ഷേ ഇതിന് ഒരു പ്രശ്നം നടക്കുന്നത് മുകളിൽ പരസ്യം ഉണ്ടാവും, ഈ ആപ്പിൻ്റെ പരസ്യം. അപ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ വാച്ച് വീഡിയോ കാണാൻ സാധിക്കും. അതിന് മേലെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ ആ കണ്ട് തീർന്നതിന് ശേഷം ആ വാട്ടർമാർക്ക് അവിടെ നിന്ന് പോകും. അപ്പോൾ ഈ പരസ്യം കഴിയുന്ന വരെ കൂട്ടർ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ പരസ്യം വരും. ഒരു 30 സെക്കൻഡിൻ്റെ 25 സെക്കൻഡിലേക്ക് പരസ്യം ഉണ്ടാവുള്ളൂ. ആണോ, പരസ്യം കണ്ടില്ലേ? ഈ പരസ്യം കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പരസ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് താഴത്തെ ഇൻഡു മാർക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരുപാട് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു സ്റ്റിക്കർ ഇതിലേക്ക് ഒന്ന് ആഡ് നോക്കട്ടോ. ഓക്കെ, നമ്മൾ ഫോട്ടോത്തിനനുസരിച്ചിരിക്കും. നമ്മൾ ഫോട്ടോ നന്നായിക്കാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ തൽക്കാലം ഇതന്നെ ഒന്ന് ചെയ്ത് നോക്കാം. തൊപ്പി വലുതായോ? ഓക്കെ, എഡിറ്റിംഗ് ആണ്, സമയം എടുത്ത് ചെയ്യണം, എന്നാലേ വൃത്തിയാവുള്ളൂ. തൽക്കാലം ഞങ്ങൾ കാണിച്ചാണ് അങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പോൾ തൊപ്പിട്ട മാതിരിയായി. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും ഈ ഇൻഡു മാർക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ടെക്സ്റ്റോ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റോ കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ തൽക്കാലം എൻ്റെ പേര് കൊടുക്കുന്നു, ഫിറോസ് ദാദു. ഓക്കെ, ഇതിന് ശേഷം താഴെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഫോണ്ടുകൾ നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് ആ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അതിന് കളറും കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ പരസ്യം വരും, പരസ്യം ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ പേരിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ആപ്റ്റായിട്ടുള്ള സ്ഥലം അവിടേക്ക് അത് കൊടുക്കുക. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൊബൈലിലേക്ക് സേവ് ആവും. സേവ് ആയതിനു ശേഷം വാട്സപ്പിലേക്ക് എവിടേക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഷെയർ കൊടുക്കാൻ സാധിക്കും. ഉണ്ടോ, പരസ്യമില്ല, ഒന്നുമില്ല, നമ്മളെ ഒരു ഫോട്ടോ ഫ്രെയിമായി മാറി. ഇതൊരു ആപ്പ്. ഓക്കെ, അടുത്ത ആപ്പ് നമുക്ക് നോക്കാം. അടുത്ത ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഓരോ രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിമുകളുണ്ട്. നമുക്ക് കുത്തനെ വേണോ പരന്നിട്ട് വേണോ ഏതാ വേണ്ട നമുക്ക് സെലക്ട് ചെയ്യാം. എന്തായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ കുത്തനെയുള്ള കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരന്നിട്ടുള്ള ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്തു. ഇതിനുശേഷം ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. തൽക്കാലം എൻ്റെ ഗാലറി ഫോട്ടോസൊക്കെ വളരെ കമ്മിയാണ്. എടുക്കുന്ന അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. അതായത് തൽക്കാലം ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന്. ഓക്കെ, എനിക്ക് നാളത്തെ ഒരു പരിപാടി ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഫ്രെയിം ഇടാം. ഈ കാണുന്ന ഫോട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. നമുക്ക് ക്രോപ്പ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ഒരു ഗഡക്സോ ഒരു ടീമിൻ്റെ ഒരു പരിപാടി ഉണ്ട് എനിക്ക് നാളെ ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററാണിത്. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഫ്രെയിമുകൾ താഴെ കാണാതിരിക്കും. ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിമിനുള്ളിലേക്ക് ഇത് ജസ്റ്റ് നമുക്ക് സൂം ഔട്ടൊക്കെ ചെയ്യട്ടോ. കണ്ടോ, എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കും. ഉണ്ടോ, ഇത് ഏറ്റവും സിമ്പിളായിട്ടൊരു ആപ്പാണിത്. ഇത് ആവശ്യമുള്ളതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കാണുന്ന സേവ് ബട്ടണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൊബൈലിലേക്ക് സേവ് ആവും. ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.